ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈശ്വര, ഒരു കുഴപ്പവും വരുത്താതെ കുട്ടികളുടെ അടുത്ത് എത്തിക്കണേ. തടസ്സമൊന്നും ഉണ്ടാവില്ല ഭഗവാനെ. ഈശ്വര, വിഷ്ണുട്ടാ അതൊന്നും വലിച്ചു നോക്ക്. അപ്പൊ എടുത്തോന്ന് അറിയാലോ. ബ്രെഡ് വേണോ സത്യ? വേണ്ട സത്യ, എനിക്ക് കുറച്ച് വെള്ളം കൂടി വേണം. അപ്പൊ അവർക്ക് കുഴപ്പമുണ്ടാവില്ലല്ലേ? കുഴപ്പമൊന്നുണ്ടാവില്ല. എടോ, അവരിപ്പോ താൻ വിളിക്കുന്ന ഈശ്വരന്മാരെല്ലാം എല്ലാരും കാത്തുകൊണ്ടിരിക്കുക. അവർക്കൊരു അപകടവും വരില്ല. തന്റെ കണ്ണീരാ അവരുടെ ജീവൻ നിലനിർത്തുന്നത്. അവർക്ക് ഒരിക്കലും നമ്മളെ വിട്ടു പോകാൻ പറ്റില്ല. നമ്മളത് സമ്മതിക്കില്ല. അവരില്ലെങ്കിൽ പിന്നെ നമുക്ക് ആരാ ഉള്ളത്? നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അവരും കൂടി ചേർന്നതല്ലേ? ഇവിടെ ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. അവരെ രണ്ടുപേരും പുറത്തു കൊണ്ടിരുന്ന ടെൻഷനെ നമുക്കുള്ളൂ. അതിന് നമ്മുടെ ഈശ്വരന്മാരെ അതിനൊരു വഴി കാണിക്കാതിരിക്കില്ല. ടെൻഷൻ അടിക്കാതിരിക്കും. മൂപ്പ വരുന്നുണ്ട്. മൂപ്പ, അവര് ഭക്ഷണം കഴിച്ചോ? പേടിക്കണ്ട, പേടിക്കണ്ട. ഞങ്ങൾ ഇട്ടുകൊടുത്ത ഭക്ഷണം അവര് കഴിച്ചോ? മക്കളെ, പേടിക്കണ്ട കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ. വേഗം വാ. ഈ വടം മരത്തിക്കട്ടെ. അമ്മേ, അമ്മേ, മോളെ, സത്യത്തെ പേടിക്കണ്ട. സത്യത്തെ പേടിക്കണ്ട. പപ്പി, പപ്പി, നീ എന്തോന്ന് പറയാത്തെ? മക്കളെ, നീ എന്തെങ്കിലും പറ. നിന്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. മതി മക്കളെ, മതി. നിങ്ങളെയും കാത്ത് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നിങ്ങളെ രക്ഷിക്കാനേ ഇവിടുത്തെ എല്ലാവരും ഉണ്ട്. അവരിപ്പോ തന്നെ വരുവേ. പേടിക്കണ്ട പപ്പി, അവരിപ്പോ തന്നെ വരും. അവരാകെ പേടിച്ചിരിക്കുക. എത്രയും പെട്ടെന്ന് എനിക്ക് ഞങ്ങളുടെ മക്കള്. ഒരല്പസമയം കൂടി നിങ്ങൾ ഞങ്ങൾക്ക് തരണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ലിത്. ഒരു മണ്ണ് പോലും ഇളകാതെ, ഒരു കല്ല് പോലും താഴേക്ക് വീഴാതെ കൃത്യമായി ഇറങ്ങിച്ചെന്നാലേ കുട്ടികൾക്ക് യാതൊരു അപകടവും കൂടാതെ അവരെ രക്ഷിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനിവിടുന്ന് താഴേക്ക് പോകുമ്പോഴുള്ള മണ്ണിന്റെ സ്വഭാവം അറിയണം, ഉറപ്പും കട്ടിയും അറിയണം. അത് ഇടിഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല, രക്ഷിക്കാനായി ഇറങ്ങുന്നവന്റെ ജീവനും അപകടത്തിലാവും. അതുകൊണ്ട് മൺതിട്ടയുടെ ബലം അറിയാനുള്ള ഒരു ശ്രമം നടത്തട്ടെ.
സത്യ ദേ നോക്കിയേ കയറ്. അതിലൂടെ അച്ഛൻ വരുമായിരിക്കും. ഞാൻ ഉറക്കെ വിളിച്ചാൽ വടം വലിച്ചോണം, അതാണ് അടയാളം. ഇനി എന്തെങ്കിലും അപകടാവസ്ഥയിലായാലും ഞാൻ ഉറക്കെ വിളിക്കും, വടം വലിച്ച് പൊക്കിക്കോണം. ഈശ്വര, ഈശ്വര, ഒരു കുഴപ്പവും വരുത്താതെ കുട്ടികളുടെ അടുത്ത് എത്തിക്കണേ. തടസ്സമൊന്നും ഉണ്ടാവില്ല ഭഗവാനെ. ഈശ്വര, ഈശ്വര. അതെ, വഴിക്കുന്നുണ്ട്. ചവിട്ടുന്നതൊക്കെ തെന്നുക. ഇറങ്ങുന്നവന്റെ ജീവൻ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. രമ്മ സൂക്ഷിക്കണം. ഈശ്വരയുടെ നമ്മുടെ കുട്ടികള് ഉപ്പ, ഉപ്പ, അപ്പൊ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ പറ്റുന്നതോട് പറയണേ. അവൻ എങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോറസ്റ്റ് ഗാർഡ് വരട്ടെ, അവർ ശ്രമിക്കട്ടെ. അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഒരാളും ഇതിനിറങ്ങിത്തിരിക്കില്ലല്ലോ. ഞാൻ ഇറങ്ങിക്കോളാം, ഞാൻ ഇറങ്ങിക്കോളാം. ഇനി ഫോറസ്റ്റ് ഗാർഡൊക്കെ വരുമ്പോഴേക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് വയ്യാതെ എന്താ ചെയ്യാം? ഇറങ്ങുന്നവന്റെ രക്ഷയില്ലേ, അത് വിട്ടേക്ക്, അത് വിട്ടേക്ക്. ഞങ്ങളുടെ ജീവൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കിടക്കുന്ന മക്കളെ തന്നെയാ. അവര് ഞങ്ങളുടെ കൂടെ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവനായിട്ട് എന്താ കാര്യം? ഞാൻ ഇറങ്ങിക്കോളാം, എന്റെ മക്കളെ രക്ഷിക്കാൻ ഞാൻ പൊക്കോളാം, ഞാൻ പൊക്കോളാം.